നമ്മുടെ ക്രയോജനിക് എഞ്ചിൻ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങിയ സമയത്ത് 1990-കളുടെ ഒടുവിൽ നമ്പി നാരായണന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അത് നിർമ്മിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അന്ന് ചാരവൃത്തി ആരോപിച്ച് അവരെ നിരുത്സാഹപ്പെടുത്തി ആ മൊത്തം പദ്ധതി അട്ടിമറിച്ചത് കാരണം കുറഞ്ഞത് ഒരു 12 വർഷമെങ്കിലും വൈകിട്ടാണ് നമ്മുടെ ക്രയോജനിക് എഞ്ചിൻ നമുക്ക് നിർമ്മിക്കാൻ പറ്റിയത്. അപ്പോ ആ കാലതാമസം നമ്മളെ പിറകോട്ടടിച്ചു. ഇന്ന് നമ്മുടെ ഭാരമേറിയ ഉപഗ്രഹങ്ങൾ 5 ടണ്ണോ അതിലധികമോ ഉള്ള ഭൂസ്ഥിര ഭ്രമണപഥം എന്ന് പറയുന്ന ജിയോ സിങ്ക്രോണസ് ഓർബിറ്റിൽ വിക്ഷേപിക്കേണ്ട ഉപഗ്രഹങ്ങൾ പലതും നമ്മൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ അതല്ലെങ്കിൽ US-ൽ നിന്നോ, ഈ 2 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ഒരു കാലതാമസത്തിലേക്ക് എന്തുകൊണ്ടാണ് അത് എത്തിയത്? നമ്മുടെ ബഹിരാകാശ പദ്ധതിയെ അട്ടിമറിച്ചതാണ്.